കേരള MBAയുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ VC-യുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നു. ഒരു വർഷം കഴിഞ്ഞ ശേഷം വീണ്ടും പരീക്ഷ എഴുതാൻ ആവശ്യപ്പെടുന്നതിൽ നീതീകരണമില്ലെന്നും സെമസ്റ്ററിലെ മറ്റു പേപ്പറുകൾക്ക് ലഭിച്ച മാർക്കിന്റെ അനുപാതമനുസരിച്ച് നഷ്ടപ്പെട്ട പേപ്പറിനും മാർക്ക് നൽകണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ വിഷയത്തിലാണ് തിങ്കളാഴ്ച ഉന്നതതല യോഗം ചേരുന്നത്. മൂല്യനിർണ്ണയം വൈകാനും പേപ്പർ നഷ്ടപ്പെട്ട വിവരം റിപ്പോർട്ട് ചെയ്യാൻ വൈകിയത് പരിശോധിക്കാനും പരീക്ഷാ ഫലപ്രഖ്യാപനത്തിലുണ്ടാവുന്ന കാലതാമസം ഒഴിവാക്കുന്നത് ചർച്ച ചെയ്യാനുമാണ് പരീക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം. തുടർന്ന് സിൻഡിക്കേറ്റ് പരീക്ഷ സ്ഥിരം സമിതിയുടെ യോഗവും വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ തിങ്കളാഴ്ച വിളിച്ചു ചേർത്തിട്ടുണ്ട്. യോഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ എഴുതിയ പരീക്ഷ വീണ്ടും എഴുതേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. സർവകലാശാല പരീക്ഷകൾ കുറ്റമറ്റ നിലയിൽ സമയബന്ധിതമായി നടത്താൻ കഴിഞ്ഞതായും പൊതു സർവകലാശാലകൾ പൂർണ്ണമായും ശക്തിപ്പെടുത്തിയ ശേഷമാണ് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതെന്നും നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രസ്താവിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഒരു വർഷം മുൻപ് കേരള സർവകലാശാലയിൽ MBA പരീക്ഷ എഴുതിയ 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാനില്ലെന്നും വീണ്ടും പരീക്ഷ എഴുതണമെന്നുള്ള നിർദ്ദേശവുമായി കേരള സിൻഡിക്കേറ്റ് രംഗത്ത് വന്നത്. 2024 മെയ്യിൽ നടന്ന MBA 3ാം സെമസ്റ്റർ പരീക്ഷയിലെ പ്രോജക്ട് ഫൈനാൻസ് വിഷയത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടത്. പരീക്ഷ കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞാണ് ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിനായി പൂജപ്പുര കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു താൽക്കാലിക അധ്യാപകന് കൈമാറിയത്. അദ്ദേഹത്തിന് മൂല്യനിർണ്ണയത്തിൽ പരിചയക്കുറവുള്ളതുകൊണ്ട് മൂല്യനിർണ്ണയം നടത്തിയിരുന്നില്ല. ഉത്തരക്കടലാസ് യൂണിവേഴ്സിറ്റിയിൽ മടക്കി നൽകാൻ കൊണ്ടുവരവെ പാലക്കാട് വെച്ച് അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടു. ഈ വിവരം ജനുവരി ആദ്യവാരം തന്നെ സർവകലാശാലയെ അറിയിച്ചിട്ടും പരീക്ഷാ വിഭാഗം 2 മാസമായി നടപടി കൈക്കൊണ്ടില്ല. മാർച്ച് 17 ചേർന്ന് സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിഷയം സമർപ്പിക്കുകയായിരുന്നു. സിൻഡിക്കേറ്റ് അധ്യാപകനെ വിളിച്ചുവരുത്തി വിശദീകരണം തേടാനും വീണ്ടും പരീക്ഷ നടത്തുവാനും തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിലെ സർവകലാശാലകൾ റാങ്കിങ്ങിൽ ബഹുദൂരം മുന്നിലാണെന്നും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നും മന്ത്രി അടിക്കടി പ്രസ്താവിക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾ ഒരു വർഷം മുൻപെഴുതിയ പരീക്ഷ വീണ്ടും എഴുതേണ്ട സ്ഥിതി സംജാതമായിരിക്കുന്നത്. സർക്കാർ ഗ്രാന്റ് വെട്ടിക്കുറച്ചതിനെ തുടർന്നുണ്ടായ സർവകലാശാലയുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കാര്യക്ഷമമായി നടന്നിരുന്ന കേന്ദ്രീകൃത മൂല്യനിർണ്ണയം നിർത്തലാക്കേണ്ടി വന്നതാണ് ഫലപ്രഖ്യാപനങ്ങൾ നീളാൻ കാരണമാകുന്നത്. സ്വകാര്യ സർവകലാശാലകൾക്ക് യഥേഷ്ടം കടന്നുവരുവാൻ വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി പൊതു സർവകലാശാലകളെ ദുർബലപ്പെടുത്താൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ടെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു.